ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുൻകാല PSCയിൽ ചോദിച്ചിട്ടുള്ള മാത്സിന്റെ 5 ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വില കാണുക. 5 പ്ലസ് 4 ഇൻറ്റു 5 പ്ലസ് 4 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 5 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 5. ഇതിന്റെ വില എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് മെത്തേഡ് പോവാം. അതിനുശേഷം ഇതിന്റെ പലവിധ മെത്തേഡുകൾ നോക്കാം. നമുക്കിപ്പോൾ ഇത് മാതിരി ചെയ്യണം എന്ന് നമുക്കറിയില്ല. എക്സാം ഹാളിലാണ് ഇത് ആദ്യമായി കാണുന്നത് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നും നമുക്ക് നോക്കാം. അപ്പോൾ 5 പ്ലസ് 4 ഇൻറ്റു 5 പ്ലസ് 5 4 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 5 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 5 എന്നാണ് തന്നിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? നമ്മൾ എന്ത് ചെയ്യാം? 5നെ എടുക്കുക. ആദ്യം 5നെ വെളിയിലെടുത്തു ഇൻറ്റു 1 പ്ലസ് 4 എന്ന് എഴുതിക്കൂടെ, പ്ലസ് ബാക്കിയുള്ളതെല്ലാം ആദ്യത്തെ 2 ടേം മാത്രം. അതായത് നമ്മൾ ഈ 2 ടേം മാത്രം എന്ത് ചെയ്തു? ഫസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ അതിന് ഞാൻ 5 കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 1 പ്ലസ് 4 എന്ന് എഴുതി കൂടെ എഴുതാം. കാരണം ഇവിടെയുള്ള 1 ഇൻറ്റു 5, അതായത് ഈ 1ഉം 4ഉം നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. 5നെ മാത്രം കോമൺ എടുത്തു. പിന്നെ ബാക്കിയുള്ള ഇക്വേഷൻസ് നമ്മൾ അങ്ങനെ തന്നെ എഴുതുകയാണ്. അപ്പോൾ 4 ഇൻറ്റു 5 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 5. ഇനി അതിന് വീണ്ടും സോൾവ് ചെയ്യണം. അപ്പൊ എന്തോരും? 5 ഇൻറ്റു 5 എന്ന് എഴുതിയില്ലേ, അതായത് 5 സ്ക്വയർ എന്ന് ഞാൻ എഴുതിക്കൂടെ. ഇവിടെ 5 ഇൻറ്റു 1 പ്ലസ് 4 നമ്മൾ എന്ത് എഴുതി? 1 പ്ലസ് 4 എന്ന് 5 ഇൻറ്റു 5, അതായത് 5 സ്ക്വയർ എന്ന് എഴുതി, പ്ലസ് 4 ഇൻറ്റു 5 സ്ക്വയർ എന്ന് വരുമല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ 5 സ്ക്വയറിന് കോമൺ എടുത്തു. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 4 എന്ന് എഴുതിക്കൂടെ, പ്ലസ് 4 ഇൻറ്റു 5 ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 5 എന്നായി. അത് ഞാൻ വീണ്ടും സോൾവ് ചെയ്യണം. അപ്പൊ 5 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 4 എന്താണ്? 5 ആണ്. അതിന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, 5 ക്യൂബ് എന്ന് എഴുതിക്കൂടെ. എഴുതാലോ? 5 ക്യൂബ് എന്ന് എഴുതാം ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 5 ക്യൂബ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 5 ക്യൂബിനെ കോമൺ ആയിട്ട് എടുത്തു. 5 ക്യൂബിനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് എഴുതാം? 5 ക്യൂബ് ഇൻറ്റു 1 പ്ലസ് 4 എന്ന് എഴുതിക്കൂടെ എഴുതാം, പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 5 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 5 ക്യൂബിനെ ഇൻറ്റു 5, 1 പ്ലസ് 4 ആണ് 5. 5 ക്യൂബിന് 5 എന്ന് എന്ത് എഴുതാം? 5 റേസ് ടു 4 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ 5 റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 4. ഈ 4 ഇൻറ്റു 5 റേസ് ടു 4 ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 5 റേസ് ടു 4നെ കോമൺ ആയിട്ട് എടുത്തിട്ട് 1 പ്ലസ് 4 എന്ന് എഴുതി, പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 5 എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം? 5 റേസ് ടു 4 ഇൻറ്റു 5, അതായത് 5 റേസ് ടു 5 എന്ന് എഴുതി കൂടെ എനിക്ക് 5 റേസ് ടു 5 എന്ന് എഴുതാം, പ്ലസ് 4 ഇൻറ്റു 5 റേസ് ടു 5, വിച്ച് ഈസ് ഈക്വൽ ടു എന്താവും? 5 റേസ് ടു 5നെ കോമൺ ആയിട്ട് എഴുതാം, 1 പ്ലസ് 4 എന്ന് എഴുതാം, അതായത് 5 റേസ് ടു 6 എന്നുള്ള ആൻസർ വരും. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഫസ്റ്റത്തെ 2 ടേം എടുത്തു. 5 പ്ലസ് 4 ഇൻറ്റു 5 5ന്റെ കോമൺ ടേം എടുത്തു, 5നെ കോമൺ ആയിട്ട് വെളിയിലെടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു 1 പ്ലസ് 4 എന്ന് കിട്ടും. അപ്പൊ എന്തെന്താ എഴുതാം? 5 ഇൻറ്റു 5, അതായത് 5 സ്ക്വയർ എന്ന് എഴുതാം. ഈ 5 സ്ക്വയറിനെ അടുത്ത ടേമുമായിട്ട് നോക്കി, 5 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 5 സ്ക്വയർ. ഇവിടെ നമ്മൾ 5 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ എന്ത് വരും? 5 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 4 എന്ന് വരും. അപ്പൊ എന്താകും? 5 ക്യൂബ് എന്ന് വരും. ഈ 5 ക്യൂബിനാ അപ്പൊ നമ്മളിവിടെ എത്തി, അവിടെ എത്തി 5 ക്യൂബ് വരെ എത്തി. ഈ 5 ക്യൂബിന് എന്ത് ചെയ്യും? ഈ 5 ക്യൂബിനെ വെളിയിൽ എടുത്തിട്ട് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1 പ്ലസ് 4 എന്ന് വരും. ഇത് നമ്മൾ കൂട്ടുമ്പോൾ എന്ത് വരും? 5 ക്യൂബ് ഇൻറ്റു 5, അതായത് 5 റേസ് ടു 4 എന്ന് വരും. ഈ 5 റേസ് ടു 4 കോമൺ ആയിട്ട് എടുത്തിട്ട് അടുത്ത ടൈം നോക്കി, അപ്പൊ എന്ത് വരും? 5 റേസ് ടു 4 ഇൻറ്റു 1 പ്ലസ് 4 എന്ന് വരും, അതായത് 5 റേസ് ടു 4 ഇൻറ്റു 5, അതായത് 5 റേസ് ടു 5 എന്ന് വരും. ഇതിനെ വീണ്ടും എന്ത് ചെയ്തു? അടുത്ത ടൈം ആയിട്ട് എടുത്തു. അപ്പൊ 5 റേസ് ടു 5 കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് 5 റേസ് ടു 5 ഇൻറ്റു 1 പ്ലസ് 4, അതായത് 5 റേസ് ടു 6 എന്ന് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഇത് നോട്ടേക്കാം. ഇപ്പൊ 7 ചെയ്യണം, 7 പ്ലസ്. അപ്പൊ ഇതിലെങ്ങനെ വരിക വെച്ചാൽ നമുക്ക് 7 പ്ലസ്
6 into 7 plus 6 into 7 square plus 6 into 7 cube. അപ്പോൾ ഇത് ഞാൻ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? 7 into 1 plus 6, അതായത് 7 സ്ക്വയർ എന്ന് വരും, പ്ലസ് 6 into 7 സ്ക്വയർ. അതിന് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 7 സ്ക്വയറിന് കോമൺ എടുത്തിട്ട് 1 plus 7 സ്ക്വയറിനെ കോമൺ എടുത്തിട്ട് 1 plus 6 എന്ന് എഴുതും. അതായത് എന്ത് ചെയ്യും? 7 ക്യൂബ് എന്ന് എഴുതും. ഈ 7 ക്യൂബിന് എന്ത് ചെയ്യും? 1 plus 6 വീണ്ടും ഉണ്ടാവും, വിച്ച് ഈസ് ഈക്വൽ ടു 7 raised to 4 എന്നാവും. അപ്പോൾ ഇങ്ങനെ ഒരു ടേം തരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത്. ഇനി നമ്മളിത് ആദ്യമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് അപ്പൊ എന്താവും നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കുകയേ വഴിയുള്ളൂ. അപ്പൊ ഓപ്ഷൻ നോക്കുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 5 raised to 4. അതാവാൻ വഴിയുണ്ടോ? ഒരിക്കലും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ടേം ഉണ്ടല്ലോ, ഇവിടെ തന്നിരിക്കുന്ന ടേം 4 into 5 raised to 4 തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം പ്ലസിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് അപ്പോഴും തെറ്റായിരിക്കും എന്ന് മനസ്സിലാക്കാം. പിന്നെ ഓപ്ഷൻ എ തെറ്റാണ്. അപ്പൊ 5 ക്യൂബ് പറയുന്നത് 125 ആണ്. 5 raised to 4 എന്ന് പറയുന്നത് എത്രയാണ്? 625 ആണ്. അതായത് 25ന്റെ സ്ക്വയർ ആണ് വരുന്നത്. ഇനി 5 raised to 5 പറയുമ്പോൾ എത്ര വരും? 625 into 5, അതായത് എത്ര വരും? 25ന് 12 10 12 6 30 31 വരും. അപ്പോൾ 1250 ആവില്ല. കാരണം എന്തുകൊണ്ട്? കാരണം എന്താണെന്ന് വെച്ചാല് 5 raised to 5 എന്ന് പറയുന്ന ടേം ഇതിലുണ്ട്. അതിനേക്കാൾ കുറഞ്ഞ തുകയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഓപ്ഷൻ ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെയുള്ള ഓപ്ഷൻ സിയും ഡിയുമാണ് ഉള്ളത്. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് തന്നിട്ടുള്ള 3 ഓപ്ഷൻ എന്ന് പറയുന്നത് 5 raised to 4, 5 raised to 6, 5 raised to 7 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ആൻസർ എപ്പോഴും 5ന്റെ പവറിലുള്ള ആൻസർ ആയിരിക്കും അവർ ഉദ്ദേശിക്കുക എന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനെയായിരിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? 5. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് എന്താണ്? നമുക്ക് ഇത് സോൾവ് ചെയ്താലേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സോൾവ് ചെയ്യാൻ നിൽക്കണം. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇപ്പൊ 25 പ്ലസ് 25 into 4 പ്ലസ് 125 into 4 പ്ലസ് 625 into 4 പ്ലസ് 625 into 20 അങ്ങനെ വരും. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് 25 പ്ലസ് 25 into 4 125 പ്ലസ് 1 plus 4 എന്നെഴുതി കൂടെ എഴുതാം. 125 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 125 into 1 plus 4 പ്ലസ് 625 into 4 plus 20 എന്ന് എഴുതാം. അതായത് 125 into 5 plus 625 into 24 എന്ന് വരും. അതിന് വീണ്ടും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? 125 into 5 പറയുന്നത് എത്രയാണ്? 125നെ 5 കൊണ്ട് ഗുണിച്ചാല് നമുക്ക് 625 വരും. അപ്പൊ 625 into 1 plus 24 എന്ന് വരും. അതായത് 625 into 25 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 5 സ്ക്വയർ പറയുന്നത് 25 into 5 raised to 4 വരില്ലേ? 25 into 25 625. അപ്പൊ 625 എന്ന് പറയുന്നത് എത്ര വരും? 5 raised to 4 വരും. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് 5 raised to 6 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി ഞാൻ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞുതരാം. അത് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതി 25 5 plus 24. അതിനെന്ത് ചെയ്താ? 5 plus 20 അതായത് 25 പ്ലസ് 5 സ്ക്വയർ 25 into 4 പ്ലസ് 5 ക്യൂബ് 125 into 4 പ്ലസ് 5 raised to 4 പറയുന്നത് 625 into 4 പ്ലസ് 5 raised to 5 625 into 5 into 4 അതായത് 20 എന്ന് എഴുതി. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 25നെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 1 plus 4 ഇതെടുത്തു. അപ്പൊ 25 into 1 plus 4 ആകുമ്പോൾ 25 into 5 പ്ലസ് 125 into 4 പ്ലസ് 625 into 4 പ്ലസ് 625 into 20 എന്ന് കിട്ടി. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? 25 into 5 പ്ലസ് 125 into 4 പ്ലസ് 625 into 20 പ്ലസ് 4 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഈ 125 കോമൺ ആയിട്ട് എടുത്താൽ 125 into 1 plus 5
പ്ലസ് 625 ഇൻറ്റു 24 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 625 പ്ലസ് 625 ഇൻറ്റു 24 വിച്ച് ഈസ് ഈക്വൽ ടു 625 ഇൻറ്റു 25 വിച്ച് ഈസ് ഈക്വൽ ടു 5�6 എന്നുള്ള ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഓടുക. ഒരു ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്ര? അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമുക്കറിയാം, നമ്മൾ എന്താ ചെയ്യേണ്ടത്? 11:60 11:15 കമ്മിയാക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്ര വരും? 60 മൈനസ് 15 2:45. 11 മൈനസ് 11 0. അപ്പോ 12:45 നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അപ്പൊ ഒരു ക്ലോക്കിലെ പ്രതിബിംബം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന സമയത്തെ 11:60 കമ്മിയാക്കുക. ആ 11:60 കമ്മിയാക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സംഖ്യയായിരിക്കും അതിന്റെ യഥാർത്ഥ സമയം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂലൈ 8 ചൊവ്വാഴ്ച ആണെങ്കിൽ 95 ദിവസം കഴിഞ്ഞു ഏത് ദിവസം ആയിരിക്കും? അപ്പോൾ നമുക്കറിയാം 7 ദിവസം കഴിഞ്ഞാൽ ഓരോന്നും റിപ്പീറ്റഡ് ആവുകയാണ് ചെയ്യുക. ഇന്ന് 1-ാം തീയതിയാണ് വയ്ക്കുക. അടുത്തത് 8-ാം തീയതി, 1-ാം തീയതി ഞായറാഴ്ചയാണ് വയ്ക്കുക. അങ്ങനെ വെച്ചാൽ 8-ാം തീയതി എന്തായിരിക്കും? 8-ാം തീയതി ഞായറായിരിക്കും. അതായത് 7 ദിവസം വന്നാൽ എന്തായിരിക്കും? തിരിച്ച് റിപ്പീറ്റഡ് ആവുകയാണ് ചെയ്യുക, ആണല്ലോ. അപ്പൊ 95 ദിവസം. അപ്പൊ 95 ദിവസത്തിന് നമ്മൾ 7 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം എത്രയുണ്ട് എന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം 13:7 എന്ന് പറയുന്നത് 91. അപ്പൊ ബാക്കി എത്രയുണ്ട്? സിസ്റ്റം 4 ഉണ്ട്. അപ്പൊ ഈ 4ലേക്ക് നോക്കുകയാണ് വേണ്ടത്. ആദ്യം ചൊവ്വാഴ്ച, ചൊവ്വ കഴിഞ്ഞിട്ട് ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അപ്പൊ ഈ 4 ദിവസം കഴിഞ്ഞാൽ എന്താ? ശനി ആയിരിക്കും നമ്മുടെ ദിവസം വരിക. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 0, 26, 124, 342, 728 എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, നമുക്ക് 126 അതുപോലെ 125ന്റെ അടുത്തുള്ള സംഖ്യകള് ഇതെല്ലാം വരികയാണെന്ന് വെച്ചാൽ 27ന്റെ അടുത്ത സംഖ്യകൾ അല്ലെങ്കിൽ 125ന്റെ അടുത്ത സംഖ്യകളൊക്കെ റിപ്പീറ്റഡ് ആവുന്ന വെച്ചാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതെല്ലാം ക്യൂബിന്റെ ക്വസ്റ്റ്യൻസുകളാണ് എന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് 0. അപ്പൊ 0 നമുക്ക് എന്ത് എഴുതാം? 1 ക്യൂബ് മൈനസ് 1 എഴുതി എന്താകും? 0. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് 26 26ന് എന്ത് എഴുതാം? 3 ക്യൂബ് മൈനസ് 1. 3 ക്യൂബ് പറയുന്നത് എത്രയാണ്? 27. 27 മൈനസ് 1 എത്രയാണ്? 26 വരും. അടുത്തത് 124 തന്നിരിക്കുന്നത്. 124 പറഞ്ഞത് 125 മൈനസ് 1. 125 പറയുന്നത് എന്താണ്? 5 ക്യൂബ് ആണ്. 5 ക്യൂബ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 124 വരും. ഇനി 342 ആണ് തന്നിരിക്കുന്നത്. 342 ആകുമ്പോൾ എത്ര വരും? 343 മൈനസ് 1, അതായത് 7 ക്യൂബ് മൈനസ് 1 ആണ്. അടുത്തത് 728 ആണ് തന്നിരിക്കുന്നത്. 728 പറയുന്നത് എത്രയാണ്? 9 ക്യൂബ് മൈനസ് 1, 9 ക്യൂബ് മൈനസ് 1 ആണ്. 9 ക്യൂബ് എത്ര വരിക? 9 81 ഇൻറ്റു 9. അപ്പൊ എത്ര വരും? 729 വരും. അപ്പൊ 729 ആണ് 9 ക്യൂബ്. അപ്പൊ 9 ക്യൂബിന് 1 കമ്മിയാക്കിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 728 കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് വെച്ചാൽ ഇനി ഏതാ സംഖ്യ വരിക? അപ്പൊ ഫസ്റ്റത്തെ സംഖ്യ പറഞ്ഞാൽ 1, 1 ക്യൂബ് മൈനസ് 1, 3 വന്നു, 5 വന്നു, 7 വന്നു, 9 വന്നു. ഇനി വരാനുള്ള 11 ആണ്. അപ്പൊ 11 ക്യൂബ് പറയുന്നത് എത്ര? 11 ക്യൂബ് ഇസ് ഈക്വൽ ടു എത്ര വരും? 1331 വരും. അതിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1 കമ്മിയാക്കണം. 1331 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 1330 വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ ചിലവർക്ക് 11 ക്യൂബ് ഒന്നും അറിയില്ല. അപ്പൊ 11 സ്ക്വയർ വരുമ്പോൾ 121. 121 ഇൻറ്റു 11 ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാ? 1 പ്ലസ് 1 ആദ്യം 1 എഴുതാം. പിന്നെ 1 പ്ലസ് 2 3 എഴുതി. 2 പ്ലസ് 1 3 എഴുതി. പിന്നെ 1. അപ്പൊ 1331 വരും. അതൊന്ന് 1 കമ്മിയാക്കുക. അപ്പൊ 1330 വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ കുട്ടികളെ വരിയായി നിർത്തിയിരിക്കുന്നു. വരികളിൽ ആകെ 50 കുട്ടികളുണ്ട്. അതിൽ അനു മുമ്പിൽ നിന്ന് 10ാമതും വിനു പിന്നിൽ നിന്ന് 34ാമതും ആണ്. അവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ട്? അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യണം. നമുക്ക് ആദ്യം ഒരു 10 കുട്ടികളുണ്ട് വയ്ക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പൊ 3ാമത്തെ കുട്ടി ഫ്രണ്ടിൽ നിന്ന് 3ാമതാണ്. 7ാമത്തെ കുട്ടി ഫ്രണ്ടിൽ നിന്ന് 4ാമതാണ്. അപ്പൊ അവ തമ്മിൽ ഇടയിൽ എത്ര പേരുണ്ട്? അവരുടെ ഇടയിൽ 3 പേരാണ് ഉള്ളത്. അപ്പൊ അത് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ഇക്വേഷൻ, അത് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പിടുത്തം കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം?
മൂന്നാമത്തത് ഫ്രണ്ടിൽ നിന്ന് മൂന്നാമതാണ് തെറ്റ്. അപ്പൊ ഏഴാമത് പിന്നിൽ നിന്ന് നാലാമതാണ്. അപ്പൊ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ ഫ്രണ്ടിൽ നിന്നും ഏഴിന്റെ പൊസിഷൻ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കറിയാം ഫ്രണ്ടിലുള്ള കുട്ടികളുടെ എണ്ണം പ്ലസ് ബാക്കിലുള്ള പൊസിഷൻ മൈനസ് 1 ആയിരിക്കും ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല, ബാക്കിൽ നിന്നുള്ള പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. -1 ആയിരിക്കും 10 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് 4 - 1 3, 10 - 3 വരും. അപ്പൊ 7 വരും. ഏഴാമത് 7ന്റെ പൊസിഷനാണ് എന്നിട്ട്. ഇനി ഇവ തമ്മിലുള്ള പൊസിഷൻ, അപ്പൊ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ നോക്കണം, രണ്ടുപേരുടെയും ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ നോക്കണം. എന്നിട്ട് അവ തമ്മിൽ മൈനസ് ചെയ്ത് പിന്നെ ഒരു -1 കൂടി ചേർത്താലാണ് അവയ്ക്കിടയിലുള്ള പൊസിഷൻ നമുക്ക് കിട്ടുക. അപ്പൊ എത്ര പേരുണ്ടാവും? 3 പേരാണ് കിട്ടുക. ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ ഇവിടെ ആവർത്തിക്കണം. അപ്പൊ എന്ത് ചെയ്തു? വരിയിൽ ആകെ 50 കുട്ടികളുണ്ട്. അനു മുമ്പിൽ നിന്ന് നമുക്ക് എഴുതാം. അനു ഫ്രണ്ടിൽ നിന്ന് 10ാമതാണ്. വിനു പിന്നിൽ നിന്ന് 34ാമത്. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് എത്ര ആയിരിക്കാം? 34 പ്ലസ് എക്സ് മൈനസ് 1 50 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് എത്രയാണ്? 51 - 34, അതായത് എത്ര വരും? 17 വരും. എത്ര വരും? 17 വരും. അപ്പൊ 17 വന്നു. അനു ഫ്രണ്ടിൽ നിന്ന് എത്രാമത്താണ്? 17 ആണ്. അപ്പൊ 10. അപ്പൊ 10 - 17 - 10 ചെയ്യുക. അതൊന്നും കൂടി കമ്മിയാക്കണം. 7 വരും. 7 - 1 വരും. അപ്പൊ 6 വരും. അപ്പൊ ഓപ്ഷൻ എന്താണ്? സി ആണ് ആൻസർ വരിക. കാരണം എന്താണ് ഈ 1 കമ്മിയാക്കേണ്ടത്? നമ്മള് അനുവിന് ശേഷമാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ അനുവിന് ശേഷം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് 10 കഴിഞ്ഞു. 11, 12, 13, 14, 15, 16, 17ാമത്തെ ആളെന്താണ്? വിനു ആണുള്ളത്. അപ്പൊ 6 ആൾക്കാര് അവിടെ ഉണ്ടാവുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്തു തീർക്കുന്നതിന് 30 ദിവസം വേണം. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ എങ്കിൽ എ തനിച്ച് ആ ജോലി ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരും? അപ്പൊ എ എന്ന് പറയുന്നത് 3 ബിക്ക് ഇക്വലന്റ് ആണ്. അപ്പൊ 4 ബി ചേർന്നിട്ട് 30 ദിവസം കൊണ്ട് ചേർക്കും. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? 120 ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോ 3 ആൾക്കാര്, അതായത് എ മാത്രം ചെയ്തു തീർക്കണ വെച്ചാല് എത്ര വേണ്ടി വരും? ഈ 120/3, അതായത് 40 ദിവസം വേണ്ടി വരും. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഇത് സിമ്പിൾ ആയിട്ട് എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വെറുതെ എക്സാം ഹാളിലേക്ക് പോകുന്നു. എനിക്ക് ജോബിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനും അറിയാത്ത ഒരാളെ വെക്കാൻ. അതിൽ ആദ്യത്തെ തന്നിരിക്കുന്ന ഇത് പറഞ്ഞാൽ എന്താണ്? ഒരു ജോലി എയും ബിയും ഒരുമിച്ച് ചേർക്കുന്നതിന് 30 ദിവസം വേണം. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ. രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ 30 ദിവസം വേണമെങ്കിൽ ഒരാൾ മാത്രം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ ചെയ്യുന്ന ജോലിയുടെ ദിവസം എന്ന് പറയുന്നത് ഒരുപാട് ദിവസം എടുക്കും. അതങ്ങനെയാണല്ലോ. ഇപ്പൊ രണ്ടുപേരും ഒരു പണി ചെയ്യണം, അത് പെട്ടെന്ന് തീർക്കാം, അവർക്ക് കുറച്ച് ദിവസം മതി. അതേസമയം അതേ പണി ഞാൻ എന്ത് ചെയ്തു? ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ദിവസം എടുക്കും. ഇപ്പൊ ഓപ്ഷൻ തന്നിരിക്കുന്ന ബിയും സിയും ഡിയും 16, 10, 20 ഇവയൊക്കെ എന്താണ്? 30നേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ണും പൂട്ടി എന്ത് എഴുതാം? എനിക്ക് എ എന്നുള്ള ആൻസർ എഴുതാം. അപ്പൊ ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യാം. തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.